ഒരു കുഞ്ഞി സാധനം വന്നിരിപ്പുണ്ട്. അതേ കുഞ്ഞി സാധനം വന്നിരിപ്പുണ്ട്. കട ഇതാണ് നമ്മുടെ ഡി ബോട്ട്. ഇതെല്ലാവരും സ്വന്തമായിട്ട് ക്ലീൻ ചെയ്തോളും. എന്തായാലും എല്ലാവരും സ്വന്തമായിട്ട് ക്ലീൻ ചെയ്തോളും. മോപ്പിങ് ചെയ്യും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട മോപ്പിങ്ങിൽ. അപ്പോൾ നമ്മൾ പൊടി കളയുകയും ചെയ്യണ്ട. പൊടി എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? കച്ചറ സ്വിച്ച് ഇട്ട് വെക്കണം. കട എവിടെ പൊടി സ്റ്റോർ ചെയ്യും? കച്ചറ കണ്ട ഗൈസ്, ഇതിനകത്ത് ഭയങ്കര പൊടിയാണ്. പൊടി സ്റ്റോർ ചെയ്യണതാണ് സ്ഥലം. കണ്ട ഗൈസ്, പൊടി സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഇത് അടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, ഇത് ഞെക്കിയാൽ മതി കേട്ടോ. അടങ്ങി. ഇപ്പോൾ ഡി ബോട്ടാണിത്. ഡി ബോട്ട് കണ്ടോ ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് T20 ഡി ബോട്ടാണ്. T20 ഒമിനിയൻ. അപ്പം ഇതിൻ്റെ പേരാണ് ഡി ബോട്ട് T20 ഒമിനിയൻ. അപ്പം ഇത് തുറക്കാനൊക്കെ പറ്റൂട്ടെ. കാച്ചരം തുറക്കട്ടെ. എവിടെയാട്ടോ വാട്ടർ ടാങ്ക്? കണ്ട എവിടെ വാട്ടർ? നമ്മൾ ഒരു വെള്ളം നിറച്ചു കൊടുത്താൽ മാത്രം മതി. എവിടെ വെള്ളം നിറച്ചു കൊടുത്താൽ മാത്രം മതി. ആ ഡി സ്റ്റേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഡി ബോണ്ട് വെള്ളം എടുത്തോളൂ. അപ്പോൾ മോപ്പിംഗ് ജീവിതം ഡി വാട്ടർ ഉണ്ടോ? ഡി വാട്ടർ എത്രയായി? ഡി വാട്ടറാണ്. അപ്പോൾ തിരിച്ചെടുത്ത് വയ്ക്കാം. അടുത്ത് ക്ലീൻ വാട്ടർ നോക്കാം. അപ്പോൾ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതാട്ടോ ക്ലീൻ വാട്ടർ. നിങ്ങൾ ഇത് തുറന്നിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ തുറക്കണ്ട? ഇതാണ് തുറക്കാനുള്ളത്. ഈ വെള്ളം തിരക്ക് ഡീസൽ മതി. കണ്ടോ ഗൈസ്? ഇപ്പം ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്? വെള്ളം ഇരിക്കണുണ്ടോ ഗൈസ്? അപ്പം ഇതിൽ കൂടെ അങ്ങോട്ട് വെള്ളം ഒഴിച്ചാൽ മതി. കണ്ടോ ഇതിൽ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ പോകില്ല. അതിന് പകരം വെക്കുന്ന മതി. ഈ സ്ഥലമുണ്ട് പിടിക്കുന്ന ഹാൻഡിൽ, അത് ഇതിൻ്റെ ബാക്കിലേക്ക് ഇടാം. അപ്പോൾ കണ്ടാ സുഖമായില്ലേ? അപ്പോൾ ഇതിൻ്റെ ടെക്നിക്സ് അപ്പോൾ ഇത് മാറ്റാൻ പറ്റും. ഇതിൻ്റെ ഒരു ബ്രഷും ബ്ലേഡും കിട്ടിയാലില്ലേ, ഇതിൻ്റെ ഒരു ബ്രഷ് കിട്ടും. ബ്ലേഡ് ബാക്കിൽ ഒരു ബ്രഷും കൂടി ബ്ലേഡിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. അപ്പം ഇത് നിങ്ങൾ ഒന്ന് കളയും ഒന്നും ചെയ്യരുത്. ഇത് ഈ എമർജൻസിക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം വീണ്ടും. എന്താണെന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ അത് എടുത്ത് വയ്ക്കാൻ പോകണം. അപ്പം എപ്പോൾ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ? അപ്പം ഗായ്സ് നമ്മൾ എടുത്ത് വെച്ചിട്ട് കണ്ടോ ഗായ്സ്? ഇതുണ്ട് നമ്മുടെ ടാങ്ക് വാട്ടർ. ഇത് ഡ്യൂട്ടി വാട്ടർ ടാങ്ക്. ഇത് ചീത്ത വെള്ളത്തിൻ്റെ ടാങ്കാണ് കേട്ടോ, ഡ്യൂട്ടി വാട്ടർ ടാങ്ക്. ഇത് നല്ല വെള്ളത്തിൻ്റെ ടാങ്കാണ് കേട്ടോ, വാട്ടർ ടാങ്ക്. കേട്ടോ ക്ലീൻ വാട്ടർ ടാങ്ക്. ഇത് ക്ലീൻ വാട്ടർ ടാങ്കാണ്. ക്ലീൻ വാട്ടർ, ഡ്യൂട്ടി വാട്ടർ. അപ്പോൾ നമുക്ക് ഇത് എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ഇത് എന്തുവാണെന്ന് നോക്കാം. അപ്പോൾ എടുക്കണമെങ്കിൽ സിമ്പിളാണ്. വെയിറ്റ് ചെയ്യൂല. കേട്ടോ ഇങ്ങനെ തീർത്താൽ മതി. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം എന്താണെന്ന്. അപ്പൊ കണ്ടോ ഗായ്സ്, ഇതാണ് സാധനം. അപ്പൊ ഇതിൻ്റെ ഉള്ള സാധനങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് വയ്ക്കട്ടെ. അപ്പൊ കണ്ടോ ഗായ്സ്, ഇത് എടുക്കാൻ ഇത് നിങ്ങൾക്ക് ഇത് അവിടെ നിങ്ങൾക്ക് ഇത് കൈ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷനുള്ള ക്ലീൻ ചെയ്യാനുള്ളതാണ്. കൈ എത്തിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ബട്ടൺ കണ്ട്, ഈ ബട്ടൺ ബാക്കിലോട്ട് പ്രസ് ചെയ്യണം. ഇത് പോയില്ല. അപ്പൊ ഇതൊക്കെ ഇത് എത്ര മതിയെങ്കിൽ ചെയ്യാം. അപ്പൊ എത്ര മതി ഫുള്ളും വേണമെങ്കിൽ ചെയ്യാം. കണ്ട ഫുള്ളും വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ സ്റ്റക്കായി നിൽക്കണം. കണ്ട സ്റ്റക്കായി നിൽക്കുകയാണത്. നല്ലൊരു ഷർട്ട്, നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളത് ബ്രഷാണ്. അപ്പോൾ ഈ ബാക്കിലോട്ട് ആക്കണമെങ്കിൽ ബാക്കിലോട്ട് ആക്കാണ്ട് ഇത് വെക്കാൻ പറ്റില്ല. നോക്കട്ടെ, ബാക്കിലോട്ട് ആക്കാണ്ട് വെക്കാൻ പറ്റുള്ളൂ. ഈ കണ്ടോ ബാക്കിലോട്ട് ആക്കാണ്ട് വെക്കാൻ പറ്റുള്ളൂ. അതാരാണ് പറയണത്? ബാക്കിലോട്ട് ആക്കി വെക്കണം. അപ്പം വീണ്ടും ഈ ബട്ടൺ നേരെ പ്രസ് ചെയ്യണം. ഈ പ്രസ് ചെയ്ത് കടം പോയി വെക്കണം. തെറ്റിപ്പോയി ഗൈസ്. നമ്മൾ എടുത്ത് വയ്ക്കാൻ പോണേ. അടുത്ത ഞാൻ കാണിച്ചുതരാം. അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ മോപ്പിംഗ് പാഡ്സ്. അത് എടുത്ത് കാണിച്ചു കണ്ടോ ഗൈസ്? മോപ്പിംഗ് പാഡ് ഉണ്ടോ?
പാഡ് ചെയ്ത് അതിനടുത്തിടാൻ വേണ്ട. ഒരെണ്ണം ഓൾറെഡി ഡീപോട്ട് കയ്യിലുണ്ട്. അടുത്ത പാഡ്സ് നോക്കാം. കണ്ടോ ഗൈസ്, നല്ല പാഡാണ്. കഴുകി വെച്ചതാണ്, പക്ഷെ ശരിയായില്ല. കാരണം കുഴപ്പമില്ല, ഡീപോട്ട് വെച്ചതാണ്. അപ്പൊ ഇതൊക്കെ അപ്പൊ നമ്മള് എടുത്ത് വെക്കാം. പടം ഇങ്ങനെ എടുത്ത് വെക്കണം. ഫസ്റ്റ് നമ്മളെ ഇങ്ങനെ പടക്കണം. കടമടക്കി അടുത്ത് നമ്മളെ ഇങ്ങനെ വെക്കണം. വാട്ടർ മെലൺ നമ്മളെ ഇങ്ങനെ തിരിക്കണം. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്ടമുള്ള സൈഡിൽ തിരക്കും. അവളെ ഇങ്ങനെയാണ് തിരിക്കണത്. എന്നിട്ട് എങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇതിന്റെ ഭാഗം വെക്കണം. കണ്ടോ ഗൈസ്, ഇങ്ങനെ വെച്ചിട്ട് അത് രണ്ടെണ്ണം അതുപോലെ ചെയ്താൽ മതി. അപ്പൊ ഗൈസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഒരു മിനിറ്റ് ഞാൻ ഇത് എടുത്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ എടുത്ത് വെച്ചിട്ട് അപ്പൊ കാണിച്ചു തരാം. നമ്മൾ എടുത്ത് വെച്ചിട്ട് ഈ സ്ഥലം കണ്ടാവും, ഈ വാട്ടറും പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇത് വറക്കണം. കാണാൻ പറ്റും. അപ്പൊ ഇത് വാട്ടറിന്റെ സാധനം അറിയില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി. യൂട്യൂബിലൊന്ന് നോക്കണ്ട, സിമ്പിൾ കാര്യമാണ്. ഈ വാട്ടറിന്റെ കാര്യം അറിയില്ലെങ്കിൽ ഇത് കുഴപ്പമില്ല. കണ്ട എവിടെ ഈ സ്ഥലത്ത് തുറന്നാല് കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ട് കണ്ട ഗൈസ്, നീഡ് ഹെൽപ്പ് ഒക്കെ എഴുതി വെച്ചിട്ട്. ഹെൽപ്പ് വേണമെങ്കിൽ അത് നോക്കിയാൽ മതി. അപ്പൊ കണ്ട ഗൈസ്, ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഈ സാധനം നോക്കിയാൽ മതി. അപ്പൊ ഗൈസ് ഇതാണ് നമ്മൾ കുഞ്ഞ് ഡീവോട്ട്. അപ്പോൾ ഡീവോട്ട് സാധനങ്ങൾ റിമൂവ് ദ പ്രൊഡക്റ്റ്. കണ്ട ഫസ്റ്റ് ഡീബോട്ടിൻ്റെ ഫ്രണ്ട് ഒരു സാധനമുണ്ട്, അത് ഊരണം. ഫ്രണ്ട് സാധനമുണ്ടോ കണ്ട, ഈ സാധനം കണ്ടോ, ഈ സാധനം കണ്ട, ഈ സാധനം ഊരണം. അത് രണ്ട് സൈഡിലുണ്ട്, അത് ഊരണം. തേടെന്ന് വെച്ചാൽ കണ്ട ഞാൻ പറയുന്നില്ല, എവിടെ തുറന്നിട്ട് വേണം വെള്ളം വയ്ക്കുക. അതിലാണ് പറയുന്നത്. അടുത്തെന്ന് വെച്ചാൽ ഇൻസ്റ്റോൾ സൈഡ് ബ്രഷസ്. അതെന്ന് പറയാനുള്ള കറക്റ്റ് കളറായിട്ടുള്ള ബ്രഷ് വയ്ക്കാറുണ്ട്. അടുത്ത 5 ആപ്ലിക്കേഷൻ എടുത്തിട്ട് QR കോഡ് ചെയ്തിട്ട് അത് ചെയ്യണം. അടുത്ത് കണ്ട അതായത് വർക്കാവുള്ളൂ. കണ്ട ഗൈസ്, അപ്പം ഇതൊക്കെ പറയാനും ഇതാണ് സേഫ് ക്ലീനിങ് ബട്ടൺ. കണ്ട എഴുതിക്കണ്ട സേഫ് ക്ലീനിങ് ബട്ടൺ. അടുത്തത് ഇതാണ്ട, ഞങ്ങൾ അറിയില്ലെങ്കിൽ അവിടെ തന്നെ നോക്കിയാൽ മതി. സ്റ്റാർട്ട് പോസ് ബട്ടൺ. അപ്പൊ കണ്ടോട്ടോ ഗൈസ്, അടുത്ത് ഇത് കണ്ട, ഇത് കണ്ടോ ഗൈസ്, അത് വരണമെങ്കിൽ അവിടെ നോക്കിയാൽ മതി. കണ്ടോ ഗൈസ്, ഒരു മിനിറ്റ്. കണ്ട റീകോൾ എക്സിറ്റ് ബട്ടൺ. കണ്ട റീകോൾ എക്സിറ്റ് ബട്ടൺ. റീകോൾ എക്സിറ്റ് ബട്ടൺ എന്ന് ചോദിച്ചാല് ഇതിന്റെ പാഡ് ഇപ്പൊ ഇത് മോപ്പ് മാത്രം ഉരുളി അത് വയ്ക്കാൽ മതി. ഈ ബ്രഷ് മാത്രം ഉരുളി വയ്ക്കാൽ മതി. അതേ ബ്രഷ് എൻ്റെ അടുത്ത് ഡിവോട്ടർ പോലെ അതേ ഉണ്ട്. ഇപ്പൊ ചെയ്താല് എനിക്ക് പേടിയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഡീവോട്ട് പ്ലഗ് കുത്തണം അല്ലെങ്കിൽ പറ്റൂല. ഇതിൻ്റെ നമ്മൾ പണി ഉണ്ടായിരുന്നു. അതാറ് അതിൻ്റെ സ്വിച്ച് കവറിലൊക്കെ ഊജിട്ടൊക്കെയാണ്. അപ്പൊ ഗൈസ് കാണോ ഗൈസ്, ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഓക്കെ, നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. നല്ലോണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.